കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ സിദ്ധൻ പറഞ്ഞതുപോലെ നാഗമാണിക്യത്തെ എന്റെ ജീവൻ പണയം വെച്ചാണ് ഞാൻ കൊണ്ടുവന്നത്. അമ്മയെ രക്ഷിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ആ പനീന്ദ്രനോട് എനിക്ക് വഴക്കിടേണ്ടി വന്നു. ആ വഴക്കിനിടയിൽ അവൻ എന്തെങ്കിലും പറ്റിക്കാണുമെന്തോ. പാവം. എന്താ മോളെ, എന്ത് സംഭവിച്ചെന്നറിയില്ല പിതാവേ. അദ്ദേഹം ഇങ്ങനെ ബോധരഹിതനായി കിടക്കുക. ഞാനും അദ്ദേഹവും പരസ്പരം ഒരുമിക്കണമെന്ന ആഗ്രഹത്തിൽ ജീവിച്ചു വന്നതാ. രണ്ടുപേരുടെ ജീവനും ഒന്നാണെന്ന് കരുതിയാ ഞങ്ങൾ ജീവിച്ചത്. നീ എന്റെ മല്ലിയല്ലേ? മല്ലി, അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയ പിന്നെ ഞാൻ എങ്ങനെയാ ജീവിക്കാന്നെന്ന് ആലോചിച്ച് നോക്ക്. നീയും പനീന്ദ്രനും ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവുമെന്ന് സ്വപ്നത്തെ പോലും ഞങ്ങൾ വിചാരിച്ചില്ലല്ലോ മോളെ. ഇത്രയും കാലം സ്വന്തം മകൻ മരിച്ചുപോയ ദുഃഖത്തിലാണ് ഞാൻ ജീവിച്ചു വന്നത്. പക്ഷെ എന്റെ മകളെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എന്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഞാനും എന്റെ മോളും ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഒരു നിമിഷം പോലും എനിക്ക് അങ്ങേ കാണാണ്ടിരിക്കാൻ കഴിയില്ല. അങ്ങില്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? അങ്ങില്ലാത്തൊരു ജീവിതം എനിക്ക് ഉറപ്പായിട്ടും വേണ്ട. മരിച്ചാലും ജീവിച്ചാലും അത് അങ്ങയോടൊപ്പം തന്നെ ആയിരിക്കും. ഞാനും അങ്ങയോടൊപ്പം തന്നെ വരികയാണ് പ്രഭു, വരികയാണ്. എന്താ മകളെ ഇത്? എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം ഇല്ലാണ്ട് പോയി. അദ്ദേഹത്തിനൊപ്പം മരിക്കാനെങ്കിലും ദയവ് ചെയ്തെന്നെ അനുവദിക്കൂ. ദയവ് ചെയ്ത് ആരും എന്റെ എതിരെ വരരുത്. ഇത് ഞാൻ എന്നെ കൊണ്ട് തന്നെ ചെയ്യുന്ന സത്യമാ. ഞാനാണ് സത്യം. ഞാനും അങ്ങയുടെ കൂടെ വരികയാണ് പ്രഭു, ഞാനും വരികയാണ്. അങ്ങനെ നമ്മുടെ മോളെ നാഗിനി വേണ്ട നാഗിനി, വേണ്ട മോളെ. മോളെ നാഗിനി, ഒന്ന് പറയുന്നത് അവിടെ നമ്മളോടൊന്ന് പറയും. ഒന്ന് പറയുന്ന ഇങ്ങനെയൊന്നും ചെയ്യല്ലേ മോളെ. എന്റെ ജീവൻ പിഴയാണ് മോളെ. മോളെ നാഗിനി, ഇതിനു വേണ്ടിയാണോ ഞാൻ നിനക്ക് ജന്മം നൽകിയത്? എന്റെ മോൻ നഷ്ടപ്പെട്ട ദുഃഖത്തിലാ ഞാൻ. നീ എന്നെ വിട്ടിട്ട് പോവാണെങ്കിൽ ഞാനിനി എന്താ ചെയ്യാ? പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കും മോളെ. പറയുന്നത് കേൾക്ക്.
നാഗിനി. മോളെ നാഗിനി, നാഗിനി. ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം ഓം നമഃ നമഃ ശിവായ ഓം നമഃ നമഃ ശിവായ ഓം നമഃ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ മോളെ, മോളെ നാഗിനി. നീ ഉയിർത്യാഗം ചെയ്തു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ജീവൻ ഒരിക്കലും തിരികെ ലഭിക്കില്ല. മരിച്ചുപോയ എന്റെ പ്രഭുവിന്റെ ജീവൻ തിരികെ വരാത്തതുകൊണ്ട് എന്റെ ജീവൻ തന്നെ ഇല്ലാണ്ടാക്കാൻ ഞാൻ തയ്യാറായത്. ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന എന്റെ പ്രഭുവില്ലാതെ എനിക്കിനി ജീവിക്കണ്ട. എന്റെ ജീവൻ കൂടെ അങ്ങെടുത്തേക്ക് മഹാദേവ. ഒരു ജീവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനനം, മരണം, അതിന്റെ സഞ്ചാരണം എല്ലാം കർമ്മഫലമായാണ് സംഭവിക്കുന്നത്. വിധിയെ ആർക്കും തടുക്കാൻ കഴിയില്ല എന്നുള്ള സത്യം നീ മനസ്സിലാക്കുക. വിധിയെ മാറ്റാനോ എതിർക്കാനും കഴിയില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ എന്റെ തലയിലെടുത്ത് മാറ്റാൻ ഞാൻ തീരുമാനിച്ചത്. എന്നോട് ക്ഷമിക്കൂ മഹാദേവ. പനീന്ദ്രൻ മൃത്യു അടഞ്ഞിട്ടില്ല നാഗിനി. അപ്പൊ എന്റെ പ്രഭു മരിച്ചിട്ടില്ല. സംഘർഷത്തിനിടയിലെ ആഘാതം മൂലമാണ് പനീന്ദ്രൻ അബോധാവസ്ഥയിലേക്ക് പോയത്. ശരീരത്തിലെ നാഡീ ഞരമ്പുകൾക്കെല്ലാം ക്ഷതമേറ്റതുകൊണ്ട് ഗാഢമായ നിദ്രയിലാണുള്ളത്. ഗാഢനിദ്ര എന്നുള്ളത് സാധാരണ ഒരു നിദ്ര പോലല്ല. ജീവനുണ്ടായിരുന്നാലും മരിച്ചതുപോലെ ദൃശ്യമാകും. സ്വയമേ അവൻ എഴുന്നേൽക്കാൻ സാധിച്ചാൽ അവന് ജീവൻ തിരികെ ലഭിക്കും. മറിച്ചാണെങ്കിൽ മൃത്യുടയും. നീ ശ്രമിച്ചാൽ പനീന്ദ്രനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്റെ പ്രഭുവിനെ ഞാൻ എങ്ങനെയാ രക്ഷിക്കേണ്ടത് മഹാദേവ? നിങ്ങൾ നാഗകുലത്തിന് ഒരു വിശേഷമായ ഗുണമുണ്ട്. അതെന്തെന്നാൽ എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചാൽ വിചാരിച്ച കാര്യം നേടുന്നതുവരെയും പിന്നോട്ടു പോകുന്നവരല്ല. അതാണ് നിങ്ങൾ നാഗകുലത്തിനുള്ള ഒരു ഗുണം.
സൃഷ്ടിയിലുള്ള മറ്റു ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു കഴിവ്, വിശേഷമായ ഒരു കഴിവ് 2 കുലങ്ങൾക്കാണുള്ളത്. ആ 2 കുലങ്ങളിൽ ആദ്യമായി നിൽക്കുന്നത് നിങ്ങളുടെ നാഗകുലമാണ്. ആ വിശേഷമായ ഗുണമെന്താണെന്ന് കണ്ടെത്തി നിങ്ങളിൽ ആ ഉണർവേകി കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പനീന്ദ്രൻ ജീവിതത്തിലേക്ക് തിരികെ വരും. നിങ്ങളുടെ കയ്യിൽ ശക്തിയും സാമർഥ്യവുമുണ്ട്. ഇവയൊക്കെ നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ തീർക്കാൻ സാധിക്കും. എല്ലാ പ്രശ്നത്തിനും ഭഗവാൻ തന്നെ നേരിട്ട് അവതരിച്ചാൽ നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ ശക്തിക്കും മതിപ്പില്ലാതെ പോകും. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ നമഃ ശിവായ. ശിവായ. ഓം നമഃ ശിവായ. ശിവായ. സഹദേവൻ പറഞ്ഞത് സത്യമാണ് മകളെ. മരണത്തിന് സമാനമായ ഈ ആഴത്തിലുള്ള ഉറക്കത്തിൽ നിന്ന് പനീന്ദ്രൻ തിരികെ വരണമെങ്കിൽ അതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അതെന്താണെന്ന് ഒന്ന് പറയാമോ ഗുരുദേവ? പനീന്ദ്രൻ ആ നാഗമാണിക്യം കാക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പോരാടിയതാണ്. ഒരു മനുഷ്യൻ പനീന്ദ്രനെ എതിർത്ത് ആ നാഗമാണിക്യം കൈക്കലാക്കി. ആ മാണിക്യം സംരക്ഷിക്കാൻ കഴിയാത്തതിന്റെ വിഷമം പിന്നെ ആക്രമിച്ചിട്ട് പോയവൻ മേലുള്ള പക, ഇത് രണ്ടുമാണ് പനീന്ദ്രനെ അലട്ടുന്നത്. അവന്റെ കണ്ണിൽ കത്തിയേരിയുന്ന ഈ പക തീർന്നാൽ മാത്രമേ അവന് കണ്ണ് തുറന്ന് ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ സാധിക്കൂ. എന്നുവെച്ചാ ആ മാണിക്യം കരസ്ഥമാക്കിയ ആളെ നീ വധിച്ചാൽ പനീന്ദ്രൻ പഴയ അവസ്ഥയിലേക്ക് തിരികെ വരും. അതേസമയം പനീന്ദ്രന്റെ ജീവനും തിരികെ ലഭിക്കും. എന്റെ പ്രഭുവിനെ ആരാണോ ഈ നിലയിലാക്കിയിട്ട് ആ നാഗമാണിക്യം കൊണ്ട് കടന്നു കളഞ്ഞത്, അവനെ ഞാൻ വെറുതെ വിടില്ല. അവനെ കൊന്നിട്ട് എന്റെ പ്രഭുവിനെ ഞാൻ ഉറപ്പായും രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും ഗുരുദേവ. അവനെ കൊന്ന് എന്റെ പ്രഭുവിനെ രക്ഷിക്കുക മാത്രമല്ല, മോഷണം പോയ നാഗമാണിക്യത്തെ തിരികെ കൊണ്ടുവന്ന് അതിരിക്കേണ്ട സ്ഥലത്ത് തന്നെ ഞാൻ വെച്ചിരിക്കും. അതാരാ എടുത്തതെന്ന് ഇപ്പൊ തന്നെ ഞാൻ കണ്ടുപിടിക്കും. അവന്റെ രൂപത്തെ എനിക്ക് ശരിയായി കാണാൻ കഴിയുന്നില്ല ഗുരുദേവ. അവൻ കരസ്ഥമാക്കിയ സഞ്ജീവ മാണിക്യത്തിന്റെ പ്രത്യേകത കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്.
അപ്പോ അവൻ ആരാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? നമ്മുടെ നാഗവംശത്തിന് ഒരു പ്രത്യേകമായ ഗുണമുണ്ടെന്ന് മഹാദേവൻ ഓർമ്മിപ്പിച്ചത് നിനക്ക് ഓർമ്മയില്ലേ മകളെ? ആ പ്രത്യേകത എന്താണെന്നാൽ നമ്മൾ നാഗവംശത്തിന് ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. ആ മനുഷ്യൻ നിന്റെ അടുത്തേക്ക് വന്നാലും നീ അവനടുത്തേക്ക് പോയാലും മനുഷ്യ ശരീരത്തിന്റെ ഗന്ധം കൊണ്ട് നിനക്കവനെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. അതാരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോയിരിക്കും. അവൻ എവിടെയായിരുന്നാലും ശരി, ഞാൻ അവനെ വിടില്ല. അവന്റെ മരണം ദാ എന്റെ ഈ കൈകൊണ്ടായിരിക്കും. ഉറപ്പായി ഞാൻ ചെയ്തിരിക്കും. അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. അവനെ ഞാൻ കൊന്നിരിക്കും. എന്റെ അനിയൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് ധൈര്യം കൊടുത്ത് കൂടെ നിർത്താൻ ആരുമില്ലായിരുന്നു. ഭവാനിയുടെയും കൗസല്യയുടെയും കാര്യങ്ങളൊക്കെ നോക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. എന്നാ മരിച്ചു പോയെന്ന് കരുതിയ എന്റെ കൂടപ്പിറപ്പിന്റെ മകൻ തിരിച്ചു വന്നു. അതുകൊണ്ട് ഇനി അവർക്ക് ആർക്കും ഒരു ദുഃഖം ഉണ്ടാവില്ല. നമ്മൾ രണ്ടു കുടുംബങ്ങളും ഒന്നിക്കാൻ പോവാം. ഇനി സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഇരിക്കാം. അതെ ശകുന്തളെ, ഇതുപോലൊരു നല്ല ദിവസം ഇനി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദിത്യൻ തിരികെ വന്നത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കും, പക്ഷെ എനിക്കല്ല. എല്ലാവരും എന്നെ വില്ലത്തിയായി കാണാൻ പോകുന്ന നാളുകൾ വരാൻ പോകുന്നതാ തോന്നുന്നേ. ആദിത്യന്റെ കണ്ണിൽ പെടാതെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത്രയും നാള് അവളുടെ ചേട്ടൻ എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഭവാനി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ ചേട്ടൻ തിരിച്ചു വന്നതുകൊണ്ട് ഭവാനി ഒരുപാട് സന്തോഷത്തിലായിരിക്കും. ആദിത്യ എന്നെ കണ്ട ഉടനെ ഇത്രയും നാളം അയാളെ പിടിച്ചു വെച്ചിരുന്ന ഞാനാണെന്ന് എല്ലാവരോടും പറയും. പിന്നെ എന്റെ കാര്യം എന്താവും? ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു. ഭവാനി ഇപ്പം എന്താ ചെയ്യുന്നതെന്നൊരു പിടിയില്ല. എന്റെ ഏട്ടത്തിയെ സുമംഗലിയായി കാണാൻ വേണ്ടി എന്റെ ജീവിതം എങ്ങനെയായാലും കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ജീവിതം നശിക്കുന്നതിൽ നിന്നും രക്ഷിച്ചത് മാത്രമല്ലാതെ എന്റെ ആഗ്രഹങ്ങളെല്ലാം അങ്ങ് നിറവേറ്റി തന്നു. जय हो शंकरा आदिदेव शंकरा। ഏട്ടാ, ഏട്ടത്തി, ബുജി, മുത്തശ്ശി, എല്ലാവരും വന്ന ആരതി തൊഴുതേ. ഏട്ടാ, ഏട്ടാ, ഇത്രയും നാളും പൂവും പൊട്ടുമില്ലാതെ ഏട്ടത്തി ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പൊ ആ വിഷമങ്ങളൊക്കെ സന്തോഷമാക്കി മാറ്റൂ ഏട്ടാ. ഏട്ടന്റെ കൈകൊണ്ട് ഏട്ടത്തിക്ക് പൊട്ടും പൂവും വെച്ചു കൊടുക്കൂ.
ഞാൻ ഇത്ര വലിയ ഭാഗ്യശാലിയാണെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. എന്റെ ജീവിതം ധന്യമായി. സ്വന്തം ചേട്ടൻ ജീവനോടെ ഇരിക്കണമെന്നുള്ള ആഗ്രഹം, ഏട്ടനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ, ഞാൻ സുമംഗലിയായിരിക്കാൻ വേണ്ടി നീ ചെയ്ത പൂജകൾ, ഇതെല്ലാം ചേർന്നാണ് എനിക്ക് ഭാഗ്യം കടാക്ഷിച്ചത് ഭവാനി. ഇതെല്ലാം ആ നാഗദേവതയുടെ അനുഗ്രഹമാണ്. ഇതെല്ലാം മഹാദേവന്റെ കാരുണ്യമാണ്. അമ്മേ നാഗദേവതേ, എന്റെ വേദനകളെല്ലാം നീ അകറ്റി. ഒരുപാട് നന്ദിയുണ്ട് അമ്മ. അതെ, ഇങ്ങോട്ട് അർജുനങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലല്ലോ. അത് അവിടുന്ന് തിരിച്ചു കുറച്ചു മുമ്പ് വിളിച്ചു പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ ഉടനെ എത്തും. മുത്തശ്ശി, എന്താ മോനെ? വലിയപ്പച്ചി ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ കണ്ടിട്ടുള്ളൂ. ആ മുഖം പോലും എനിക്കിപ്പോ ഓർമ്മയില്ല. അർജുനനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇത്രയും നാൾ കാണാതിരുന്നിട്ട്, അതായത് ഇന്നിപ്പോ കാണുമ്പോ അർജുനെയും അമ്മാവനെയും അപ്പച്ചിയൊക്കെ കാണുമ്പോ വളരെ സന്തോഷമായിരിക്കും എനിക്ക്. എടാ, എന്റെ മോളും മരുമോനും കൊച്ചുമോനും മാത്രമല്ല നിനക്കിപ്പോ ഓർമ്മയില്ലാത്ത എന്റെ മോളുടെ കൂടെ അവളുടെ മോളും വരുന്നുണ്ടടാ. ഏട്ടന്റെ കൂടെ അടികൂടാൻ ഏട്ടന്റെ അപ്പച്ചിയുടെ മോൾ ഇപ്പൊ എത്തും. ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? എന്റെ കസിനായിട്ട് അടികൂടാൻ ഞാൻ റെഡിയാ.